السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عظم في علم الله صلاة دائمة بدوام الكلام. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മഹത്തായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥലം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്താണ്, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ കിടക്കുന്ന സ്ഥലത്തിൻ്റെയും അതുപോലെ അവിടെ മിമ്പറും ആ മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം എന്താണ്, ആ സ്ഥലത്തെ സംബന്ധിച്ച് എന്തു പറയുന്നു, അത് സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പാണ് എന്നെല്ലാം ഹദീസിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്നു, അൻ നബി റളിയല്ലാഹു അൻഹു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വ മിംബരി അലാ ഹൗദി. അല്ലാഹു റിവാച്ചിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലുള്ള പൂന്തോപ്പിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാണ്. എൻ്റെ മിമ്പർ എൻ്റെ ഹൗദിൻ്റെ അരികിലാണ് എന്നും അതിൽ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിൻ്റെ മഹത്വമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്നതിൻ്റെയും ആ വീടിൻ്റെയും അതുപോലെ തന്നെ അവിടെ മിമ്പറുണ്ട്, കുത്തുപോകുന്ന മിമ്പർ, അതിൻ്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ്. അവിടെ ഞങ്ങൾ പോയാൽ ദുആഇരക്കുന്നു. ഹാജിമാറും ഉംറയ്ക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവരൊക്കെയും അവിടെ ചെന്ന് ആ തിക്ക് കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ദുആഇരക്കുന്നത് കാണാം. അവിടുത്തെ ദുആക്ക് വലിയ ഇജാബത്തുള്ളതാണ്. അവിടെ എന്ത് ചോദിച്ചാലും അത് കിട്ടാൻ കഴിയും. കാരണം റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ് അതിൻ്റെ ഇടയിലുള്ള സ്ഥലം, വലിയ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലം. അതുകൊണ്ട് ആ സ്ഥലം വല്ലാത്ത മഹത്വമുള്ളതാണ്. ആ സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മിമ്പറിൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലം പുണ്യമുള്ള സ്ഥലം, ആ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വിവാചിതയിൽ കാണാം, അൻ നബി സല്ലല്ലാഹു ഖുദരി കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടെ മുസ്നദിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അത് രണ്ടിൻ്റെയും ഇവിടെയുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വൽ മുറാദു അഹദു ബുയൂതിഹി ലാ കുല്ലഹാ വ ബൈതു ആയിഷത റളിയല്ലാഹു അൻഹ അല്ലദീ സാറ ഫീഹി ഖബ്റുഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുമ്പോൾ എല്ലാ വീടുമല്ല, മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീട്. മറ്റുള്ള ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ അല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. മാ ബൈന മിംബരി ഉബൈത്തി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, ആ വീടിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്നാൻ. അല്ലാണ്ട് റസൂൽ മറ്റുള്ള വീടുകളല്ല, ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ച വീടിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോകുന്നവർ ഉംറയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, ആ സ്ഥലത്തിൽ നിങ്ങൾ പോയിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആഇരക്കുക. അവിടെ ഖുർആൻ ഓതുക, ധാരാളം ഖുർആനും ദിക്റൊക്കെ ഓതുക. അതിൽ വല്ലാത്ത മഹത്വങ്ങളുള്ള സ്ഥലമാണ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ്. അതിന് വിശദമായി ഒരുപാട് പറയാനുണ്ട്. സ്വർഗത്തിൻ്റെ പൂന്തോപ്പ് എങ്ങനെയാണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും പറഞ്ഞിട്ട്, ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ വീട്ടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്താണ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ അൽ ഖബർ കാലത്ത് ബിരിയു ഫിൽ മുറാദി ബൈത്തി ഹുന കൗലാനി ആദുമാ അൽ ഖബറു, ഒന്നാമത്തെ ഖബറു ഒ മിംബരി ബൈന ഖബരി ഒ മിംബരി വസാനി അൽ മുറാദു ബൈത്തു സുക്നാഹു അലാ ളാഹിരിഹി മാ ബൈന ഹുജ്റത്തി ഒ മിംബരി. എങ്ങനെ പറഞ്ഞാലും രണ്ടിലും പറയുന്നതാണ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെയും മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം തന്നെയാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ പൂന്തോപ്പ്. അതുകൊണ്ട് ആകയാൽ ആ സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ ദുആഇരക്കുമ്പോൾ ദുആക്ക് ഇജാബത്തുണ്ട്. ഉംറയ്ക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട്, ആ സ്ഥലം മറന്നു പോകരുത്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ വേഗം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത്, അവിടെ ചിലപ്പോൾ തിരുക്കുന്നേക്കാന്നുണ്ട് അവിടുത്തെ ആളുകൾ, അവിടെ ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് പറഞ്ഞേക്കും, വേഗം പോകുമെന്ന് പറയും, ഉഖ്റുജൊക്കെ പറയും. എന്നാലും എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ കരുതി എന്താണോ
ആ കാര്യം അവിടെ നിന്ന് അള്ളാഹുവിനോട് ദുആരക്കാൻ സ്ഥലമാണ് ആ സ്ഥലം. ആ സ്ഥലത്തിൽ റൗദത്തും റിയാദിൽ ജന്ന എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്, ദുആരക്കാൻ മറന്നു പോകരുത് എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ മഹത്തായ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല അവിടെ എത്താനും ഹജ്ജ് ഉംറ ചെയ്തുകൊണ്ട് വരാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങളിൽ നിന്ന് നമുക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ, രോഗം നീ തരല്ല റഹ്മാനെ. അതുപോലെ തന്നെ നാളെ നടക്കുന്ന കൊണ്ടങ്കിയിൽ നടക്കുന്ന ഇന്നും നാളെയൊക്കെ നടക്കുകയാണ്, നാളെ സമാപ്തിയാണ്. നമ്മുടെ കൊണ്ടങ്കിയിൽ സാഹിത്യോത്സവ പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ, നാളെ ചിലപ്പോൾ വീഡിയോയിൽ വന്നില്ലെങ്കിലും നിങ്ങളെല്ലാ ദിവസവും ഈ മഹത്തായ ഇങ്ങനെയുള്ള ഇൽമുകൾ കേൾക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പരിപാടിക്ക് പോയി, എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരുന്നു, ഞാൻ പോകുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ടെങ്കിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോയി മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് മാറാവട്ടെ. കൊണ്ടെങ്കിൽ വലിയ മഹാന്മാരായ 2 മഖാമുകളുണ്ട്, അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ക്ഷണിക്കുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസിന് പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.